ആദ്യം തന്നെ പറയാം, ഫുള്ളായിട്ട് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചു വയ്ക്കൂ. ഇത് 2 ദിവസം മുമ്പ് എറണാകുളം തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു സംഭവം. 3 പേര് നടന്നു പോയപ്പോഴത്തേക്കും 3 കാറിൽ വന്നപ്പോ ഇവന്മാർ എന്തോ പറഞ്ഞെന്നാണ് ഈ കാറിൽ വന്ന ഓളികൾ പറയുന്നത്. അതിന്റെ പേരിൽ ഇവന്മാരെടുത്തിട്ട് അവന്മാരെ ഇടിച്ചെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ദാക്ഷിണ്യം ഇല്ലാത്തിരി ഇവന്മാർ ഇടിച്ചത്. 2 നരമ്പ് പൊട്ടി ഒരുത്തൻ കോമയിൽ, ഒരുത്തൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുക, പിന്നെ ഒരുത്തൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അവന്മാരെ പിടിച്ച്, ഇവിടുത്തെ നിയമം അറിയാലോ, അവന്മാരെ പിടിച്ച് ആ സ്റ്റേഷനിൽ നിൽക്കുമ്പോ ആ തന്തയില്ലാത്തവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട അവന്മാർക്കറിയാം നമ്മുടെ നിയമമില്ലേ, കൊണ്ട് ആ ജയിലിലോട്ട് അങ്ങോട്ട് തള്ളി കൊടുക്കും. അവിടെ കിടന്ന് തിന്ന് കൊഴുത്ത് സമയമാകുമ്പോ ഇറക്കി വിടും അടുത്തവന്റെ നെഞ്ചത്ത് ഇതിനൊക്കെ കയറാൻ. അവിടെ കിടക്കുമ്പോ ഇവനിക്കൊക്കെ ഒരു പദവിയും പേരും കൂടി ആയല്ലോ. ജയിലിൽ കിടന്ന് ഇവന്റെ അടുത്ത കാര്യം ചെല്ലുമ്പോ ജയിലിൽ കിടന്നതാ അവൻ വലിയ മറ്റവനാ എന്നൊരു ചിന്ത വരുമെന്നുള്ള ചിന്ത അവനിക്ക് പുണ്ടക്കൊക്കെ. അവൻ കുസ്തിക്കാരൻ പോലെ കോപ്പ് എടാ നല്ല ആമ്പിള്ളേരെടുത്ത് എന്നാണ്ടല്ലോ അവന്മാര് വെച്ച് ഇറക്കി തരും. ഒറ്റ ഇടിക്ക് ഉറങ്ങൂടാ പുണ്ടെ നീയൊക്കെ, നിന്റെയൊക്കെ തീട്ട ശരീരം കൊണ്ട് നടക്കുന്നു. ഇതേപോലെ തന്നെ ഒരു സംഭവം നടന്നത്. അത് ഇതിനേക്കാളും വേറൊരു സംഭവം. അതെന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ടവന്റെ കട ഒരു തന്തയില്ലാത്തവൻ രാത്രിക്ക് രാത്രി അങ്ങ് പൊളിച്ചു നീക്കി. അതായത് അവന്റെ ശ്രീവത്സം എന്ന് പറഞ്ഞ കടയുടെ മുമ്പിൽ പാർക്കിംഗ് ഇല്ല എന്ന്, വരുന്നവർക്ക് തെള്ളി വെച്ചു കൊടുക്കാൻ പാർക്കിംഗ് ഇല്ല. റോട്ടിൽ കൊണ്ട് കട ഉണ്ടാക്കി അവനല്ലേ കുറ്റക്കാരൻ. ആ പാവപ്പെട്ട വർഷങ്ങൾ കൊണ്ട് അവിടെ കച്ചവടം നടത്തിയല്ലേ എന്നും പറഞ്ഞ് രാത്രിക്ക് രാത്രി ഉണ്ടല്ലോ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്നവന്റെ കടയൊക്കെ പൊളിച്ചു മാറ്റാൻ നിനക്ക് ആരടാ തന്തയില്ലാത്തവനെ അധികാരം തന്നു? ഈ നാട്ടിലെ നിയമമല്ലേ ഇതിനെല്ലാം കുഴപ്പം. ഈ നാട്ടിലെ നിയമം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇവനൊക്കെ കയറി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴേ കുറെ എണ്ണം പൊക്കി പിടിച്ചുകൊണ്ട് വരും. മന്ത്രിയെ പറഞ്ഞ്, പ്രധാനമന്ത്രിയെ പറഞ്ഞ്, അവരെ പറഞ്ഞ്, ഇവരെ പറഞ്ഞെന്നും പറഞ്ഞു എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഓടി പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഒരു സംഭവം നടന്നായിരുന്നു. ജാൻമണി പ്രധാനമന്ത്രിയെ പറഞ്ഞെന്നും പറഞ്ഞ് എന്തോ മാപ്പ് പറഞ്ഞു. പുള്ളിക്കാരി ഓൾറെഡി മാപ്പ് പറഞ്ഞു. പക്ഷെ അവർക്ക് മാപ്പ് പറ്റത്തില്ല. അവർക്ക് അറസ്റ്റ് ചെയ്യണം, കേസ് എടുക്കണം, ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അവർക്ക് കേസ് എടുക്കണം, അറസ്റ്റ് ചെയ്യണം, ഉണ്ടാക്കണം. അവർക്ക് എന്തും കാണിക്കാം. നിങ്ങളുടെ ഒരു തന്തയില്ലാത്തവനുണ്ടല്ലോ, ഒരു TG മോഹൻ, അവ എന്തൊക്കെ അപരാധങ്ങൾ അവിടെ കിടന്ന് പറയുന്നത്. ഉപ്പുപ്പാട പ്രായമുള്ളത് കൊണ്ടാണ് ഇന്നലെ ഒരു മാന്യമായിട്ട് സംസാരിച്ചത്. അവനൊക്കെ ഈ കാണിക്കുന്ന അപരാധങ്ങളും തന്തയില്ലായ്കളൊന്നും ഈ മഹിള എന്ന് പറഞ്ഞങ്ങളൊന്നും കാണുന്നില്ലേ? എന്ത് അപവാദങ്ങളാ സ്ത്രീകളെ കുറിച്ച് ആ തന്തയില്ലാത്തവൻ പറയുന്നത്. അതൊന്നും ആർക്കും അറിയാൻ കാണാൻ വേണ്ടേ? ഇവിടെ പലർക്കും പല നിയമവും. ആദ്യം അത് മാറണം. ഇവിടുത്തെ പലർക്കും ഉള്ള പല നിയമം മാറണം. എല്ലാവർക്കും ഒരു നിയമം കൊണ്ടുവരണം. ഇപ്പൊ പറയുമ്പോ കുറെ എണ്ണം വന്ന് ക്ഷണിക്കും. നിനക്ക് പേടിയില്ലാത്തോണ്ടല്ലേ നീ സംസാരിക്കുന്നത്. എന്നിട്ട് കുറെ മെൻഷനും വരും, മറ്റെടുത്തേയും മറിച്ചെടുത്തേയും. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം. നീയൊക്കെ നിന്റെയൊക്കെ ഏമാമാരെ പൊക്കത്ത് വെച്ചോ.